ഹലോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്ലി സൈഡിലായിട്ടുള്ള നമ്മുടെ വീട്, അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലായിട്ടോ ചെറിയൊരു പോർഷനുണ്ട്. ഇവിടെ നമുക്ക് പേൾ ഗ്രാസ് വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ചെടിയൊക്കെ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വഴി അവിടെ പേൾ ഗ്രാസ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇവിടുത്തെ മണ്ണൊക്കെ ഒന്ന് ഇളക്കണം. അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ ഇടയ്ക്ക് ഇരിപ്പുണ്ട്. കുറച്ച് പുല്ലും, പിന്നെ ഇവിടെ ഒരു അശോകത്തിയുണ്ട്, പിന്നെ ഒരു പനിക്കൂർക്ക, ഒരു പഴയൊരു മുല്ലവള്ളി, അങ്ങനെ രണ്ട് സൈഡിലോട്ടൊക്കെ അങ്ങനെ ഉണ്ട്. അതെല്ലാം ഒന്ന് ഒതുക്കി പറിച്ച് കളയണ സാധനമൊക്കെ പറിച്ച് കളഞ്ഞ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇത്രയും കൊണ്ട് ഒതുക്കുവാണ്. ഇനിയിപ്പോൾ ഒന്നെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ദിവസം ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് ബാക്കി പരിപാടികൾ നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് ഇത്രയും ഭാഗത്ത് നമ്മൾ സെറ്റാക്കും. ഓക്കെ. ഇനിയിപ്പോൾ അവിടുന്ന് പൂഴി ഇത് എടുക്കണം. ഈ പൂഴി എടുത്തിട്ട് വേണം ഇവിടെ വിരിക്കാൻ. അങ്ങനെ അത്യാവശ്യം നല്ല പണിയുണ്ട്. ഇത്ര പുല്ല് പറിക്കുമ്പോൾ തന്നെ ഒരു ടൈമാവും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ കൊണ്ട് ചെയ്ത് നിർത്തിയ ഇത്രയാണ്. ഇനി നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇത് പൂഴിയാണ്. ഇപ്പോൾ ഈ സാധനം ഫുള്ളൊന്ന് പറിച്ച് മാറ്റി പൂഴി ഇവിടുന്ന് വെട്ടി അവിടെ കൊണ്ട് വിരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഇപ്പോൾ കേസ് നമ്മളിത് ഏകദേശം പുല്ലെല്ലാം പറിച്ച് മാറ്റി ഇവിടെ ഒരു ചാക്കിൻ്റെ മേളിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ വെട്ടി അങ്ങോട്ട് ഇടണം. അങ്ങോട്ട് ഇട്ടാൽ മാത്രം പോലെ ഇതിൻ്റെ അകത്ത് നിറച്ച പുല്ലിൻ്റെ വേരും ചൂടൊക്കെ ഉണ്ട് ഈ പറിച്ച് വെച്ചിരിക്കണം. അതിൻ്റെ അത് മാക്സിമം മാറ്റാവുന്നത്ര മാറ്റണം. ഇല്ലെങ്കിൽ നമ്മുടെ പേൾ ഗ്രാസിൻ്റെ ഇടക്കൂടി അവന്മാരെല്ലാം കിളുത്ത് പൊങ്ങി വരും. എന്തായാലും വരും. നമ്മളെ കൊണ്ട് മാക്സിമം മാറ്റാൻ പറ്റുന്നത്ര മാറ്റി അങ്ങോട്ട് മാറ്റി വിരിച്ചിടുക. നമ്മൾ പൂഴിയൊക്കെ വെട്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സമയം തീർന്ന് ഇതിൻ്റെ ബാലൻസ് നാളെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ. ഇത്രയും ഭാഗത്താണ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത്. അത് ഫുൾ ഷീറ്റ് മേടിച്ച് വിരിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളൊരു 8 സ്ക്വയർ ഫീറ്റ് മേടിച്ചിട്ട് അത് വേരുള്ള ഭാഗത്ത് നോക്കി അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് നട്ടാണ് കിളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 മാസമെങ്കിലും എടുക്കും ഇതൊന്ന് ഫുള്ള് കവറായി വരാൻ വേണ്ടി. അപ്പോൾ നമ്മളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ. അപ്പോൾ നമ്മുടെ പുല്ല് നടിയിൽ പരിപാടി തുടങ്ങിയിട്ട് ഇത് 3ാമത്തെ ദിവസം. നമുക്ക് ഇന്നത്തെ പരിപാടി ഇപ്പോൾ സെറ്റാക്കും ബാക്കി. ഓക്കെ. ദിവസം ചെയ്ത ഇത്രയാണ്. പൂഴിയൊക്കെ എല്ലാം എടുത്തിട്ട് ഇനി നമുക്കിത് ഇവിടെ നിന്നൊരു വഴി അങ്ങോട്ട് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗത്ത് ചെടിയെല്ലാം പറിച്ച് മാറ്റി ഇവിടെ കൂടി പൂഴി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പേൾ ഗ്രാസ് നടാം. അപ്പോൾ ഞാൻ ഇതെല്ലാം പറപ്പിക്കുന്ന ഹീരാണ്ടീനെ കൊണ്ടാണ്.
ഈ പറിച്ച് വെച്ചിരിക്കണമാരെ നമ്മൾ ഇവിടെയുള്ള ഗ്യാപ്പിലൊക്കെ കണ്ടോ, ഈ ഗ്യാപ്പ് ഇവിടെ, അതുപോലെ അപ്പുറമൊക്കെ ഉണ്ട് ഗ്യാപ്പ്, അതുപോലെ ഈ സൈഡിലും കുറച്ച് ഗ്യാപ്പുണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. അങ്ങോട്ടൊക്കെ മാറ്റി നട്ട് സെറ്റ് കൊടുക്കും. ഏകദേശം ഇതാണ് നമ്മുടെ പ്ലാനിങ്. എന്നാലും ഇനി ഇത്രയും ഭാഗത്ത് പുല്ല് പിടിച്ച് വരുമ്പോൾ അടിപൊളിയായിരിക്കും. പ്രതീക്ഷിക്കാം. ഇതെങ്ങനെയൊക്കെ വരുമെന്ന് ഉള്ള കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. പറിച്ചു കൊടുത്താലും വീണ്ടും വീണ്ടും കിളുത്തു വരും. ഇത് നമ്മുടെ മറ്റേ വള്ളിച്ചെടിയല്ല, എന്താ അതിൻ്റെ പേരെന്നത്? അതേതാ സാധനം കാണിച്ചേ? ചെടിച്ചട്ടിയിൽ വെച്ച് കിളിപ്പിച്ചില്ലേ നമ്മൾ, തൂങ്ങി കിടക്കുന്ന, അതാണ് അതിൻ്റെ കട്ടിങ്. നമ്മളിവിടെ തൂക്കിയിട്ട് വെച്ച ടർട്ടിൽ വൈൻ, അത് തന്നെ സാധനം. അവിടെ തൂക്കിയിട്ട് വെച്ച ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചില്ലേ ഇരിക്കുന്നു. അകത്തേന്ന് പൊട്ടി താഴത്ത് കൊണ്ട് അവിടെ കിടന്ന് കിളുത്തോ സാധനമൊക്കെ. തൽക്കാലം ഇവിടെ കിടക്കട്ടെ. ഇതിൻ്റെ പേരെന്നാ ആർക്കെങ്കിലും അറിയാമോ? ഞാൻ നല്ലോണം കാണിച്ചു തരാം. അറിയാവുന്നവരെ കമൻ്റ് അടിച്ചേക്കണേ. ഇതാണ് സാധനം. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ഇട്ടേക്കണേ. അവിടെ തൂങ്ങിക്കിടന്നിട്ട് അകത്തേന്ന് പൊട്ടി താഴത്ത് കിടന്ന് അവിടെ കിടന്ന് കിളത്തതാണ്. ഹീരയിൻ്റെ അടക്കമുള്ള കളകളെല്ലാം പറിച്ചുകൊണ്ടിരിക്കുക. അത് പറിച്ച് ഫുള്ള് ക്ലീനാക്കി കഴിഞ്ഞിട്ട് നമുക്ക് മരം എടുത്ത് അവിടെ നട്ടു വെക്കാം. അപ്പോൾ ഇച്ചിരി കൂടി തിക്കാവും സാധനം ഫുള്ള്. അപ്പം നമ്മുടെ ക്ലീനിങ് പരിപാടി ഇത്രയും ചവറുണ്ടായിരുന്നു ഇതിൻ്റെ ഇടക്ക്, അത് തീർന്നു. ഇനിയിപ്പോൾ മരം നട്ടു കൊടുക്കാം. സംഭവം നല്ല തിക്കായിട്ട് വളർന്നോളൂ. പേരറിയത്തില്ല. നേരാണ്. ഇതിൻ്റെ പേര് അറിയാവുന്നവർ ഇതിൻ്റെ പേര് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. കണ്ടോ, മഞ്ഞപ്പൂവ. പെട്ടെന്ന് വേര് കുറേ വരും. വേരെന്നാണ് അടുത്ത ചെടി ഇത് പൊട്ടിക്കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരെണ്ണം വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഈ സാധനം അങ്ങോട്ട് കയറി പിടിക്കും. ഇത് അത്യാവശ്യം നല്ലോണം ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇത് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കല്ലേ തന്നെ വെള്ളം ഫുള്ള് ഒഴുകി ഇതിൻ്റെ ഇടക്കാട്ടി ചെന്ന് കുറേ ചീഞ്ഞു പോയി. അപ്പോൾ കേസ് നമ്മുടെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് 4ാമത്തെ ദിവസമാണ്. വീഡിയോ മാത്രമല്ല, നമ്മുടെ പണിയും തുടങ്ങിയിട്ട് 4 ദിവസമായി. ഇന്നെങ്കിലും ഇത് തീർക്കണം. അപ്പം നമുക്കിനി നേരെ ഗ്രാസ് കടന്ന പരിപാടി മാത്രമല്ല ഇനി ഇവിടെ ഫുള്ള്. അപ്പോൾ കേസ് ഇതാണ് നമ്മൾ ഇവിടെ നടാൻ വേണ്ടി മേടിച്ചിരിക്കുന്ന ബെൽഗ്രാസ്. ടോട്ടലൊരു 8 സ്ക്വയർ ഫീറ്റിൻ്റെ പറ്റേക്കാണ്. ഒരു പീസ് 4 സ്ക്വയർ ഫീറ്റായിട്ട് കൂട്ടി 2 പീസ് 8 സ്ക്വയർ ഫീറ്റാണ്. എൻ്റെ വില വരുന്നത് 8 സ്ക്വയർ ഫീറ്റ് മേടിച്ചപ്പോൾ 136-139 രൂപ അങ്ങനെയാണ് നമുക്ക് ടോട്ടലായിട്ടുള്ളത്. അപ്പോൾ ഇത് മേടിച്ച് ഓരോന്നായി പൊട്ടിച്ച് ഓരോ ഗ്യാപ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 മാസം കൊണ്ട് ഈ ഏരിയ ഫുള്ളായി പിടിച്ച് കിട്ടും. അല്ലാതെ നമ്മൾ ഈ ഏരിയ ഫുള്ള് ഒറ്റയടിക്ക് നടണമെന്നുണ്ടെങ്കിൽ മൊത്തം സ്ക്വയർ ഫീറ്റായിട്ട് എടുത്തിട്ട് നമ്മൾ എവിടെ കിട്ടുമെന്ന് വെച്ചാൽ അവിടെ ഗാർഡനിൽ ചെന്ന് പറയണമെങ്കിൽ ഒരു അത്രയും സാധനം നമുക്ക് തരും. അപ്പോൾ അതിന് അത്യാവശ്യം ചിലവാകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ച് കാത്തിരുന്നാലും നമുക്കധികം ചിലവില്ലാതെ ഈ ഒരു ഏരിയ ഫില്ലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഓരോ പീസാക്കി പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിന് ഇനിയും പൊട്ടിക്കാൻ പറ്റും. ഈ കണ്ടോ, ഈ വേരുള്ള ഓരോ പീസ് നോക്കി നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഏരിയ ഫില്ലാക്കി വെക്കാൻ പറ്റും. ഇത് ഓരോന്ന് വെച്ച് ഇനിയിപ്പോൾ നട്ടു കൊടുക്കാം. അതൊരു 1 ചാൺ അകലെ നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മാസം കൊണ്ട് ഈ ഫുൾ ഏരിയ ഇത് കംപ്ലീറ്റ് ആയിട്ട് പടർന്ന് കയറി പിടിച്ചോളും.
ഇപ്പോൾ നിങ്ങളുണ്ടല്ലോ ഇത് ഈ ഒരു അകലത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഒരു 3 മാസം ഗ്യാപ്പ് എടുക്കും. 3 മാസത്തിനുള്ളിൽ നമുക്ക് ഈ ഏരിയ ഫുള്ള് പുല്ല് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഫുള്ള് കാണിക്കുന്നില്ല, ഇനിയിപ്പോൾ നട്ട് കഴിഞ്ഞിട്ട് ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം നട്ട് എന്തോരോ ഇങ്ങനെയൊക്കെ ഇരിക്കണം. ഓക്കെ ഹായ് ഗേസ്, അപ്പോൾ നമ്മൾ ഏകദേശം 3/4 ഭാഗം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അത് ഒരെണ്ണം വെച്ചിട്ടാണ്, ഇനിയിപ്പോൾ ഒരെണ്ണം വെച്ചോണ്ട് ഇത് നമുക്ക് ആ ഒരു ഏരിയയിൽ ഫില്ലാക്കാം. ഇച്ചിരി വലിയ പീസായിട്ട് മുറിച്ച് നടാം. ഞങ്ങൾ തുടക്കമായതുകൊണ്ട് നമുക്ക് എന്തോരം വരുമെന്നൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ ചെറിയ പീസാക്കിയാണ് എല്ലായിടത്തും നട്ടത്. പിന്നെ പുറയിലായിട്ട് പോയപ്പോൾ മനസ്സിലായത് മിച്ചം വരുമെന്ന്. അതുകൊണ്ട് അവിടെയൊക്കെ ഇച്ചിരി വലിയ പീസാക്കി നട്ട് ഇനി മിച്ചമുള്ളത് ഇവിടെ ഇടക്കായിട്ട് വലിയ പീസ് തന്നെ നമുക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ബാക്കിയും കൂടി തീർക്കട്ടെ. പിന്നെ ഇത് അത്ര പ്രതീക്ഷിച്ച പോലെ അത്ര നിസ്സാര പരിപാടിയല്ല, ഇത് അത്യാവശ്യം പണിയുണ്ട്. അപ്പോൾ കേസ് നമ്മുടെ വർക്ക് ഏകദേശം തീർന്നിട്ടുണ്ട്. ഏകദേശം അല്ല, കംപ്ലീറ്റ് ആയി. ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരും. അപ്പോൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നത് 60-70 സ്ക്വയർ ഫീറ്റ് ഏരിയയെങ്കിലും ഉണ്ടാവും ഇത്. അവിടെ നമ്മൾ 8 സ്ക്വയർ ഫീറ്റ് പുല്ല് മേടിച്ചിട്ട് ഓരോ പീസാക്കി മാറ്റിയാണ് നട്ട് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇത് എങ്ങനെയൊക്കെ പിടിക്കും, അല്ലെങ്കിൽ പിടിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. അത് നമ്മളതൊരു ഷോർട്ട് വീഡിയോ ആക്കി നമ്മൾ അപ്ലോഡ് ചെയ്തേക്കാം, അതിൻ്റെ അപ്ഡേഷൻ എന്താണെങ്കിലും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ ബൈ.